പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് CWC കൗൺസിലിംഗ് നൽകുന്നു. സ്കൂൾ കലോത്സവം, വിനോദയാത്ര എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് കൗൺസിലിംഗ്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിലിനായി നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. സംസ്കൃതം രണ്ടാം ഭാഷയായി എടുത്ത കുട്ടികളെയാണ് CWC ആദ്യഘട്ടത്തിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയത്. അധ്യാപകൻ അനിൽ സ്കൂളിൽ വെച്ചും താമസ സ്ഥലത്തും കുട്ടികളെ പീഡനത്തിന് ഇരയാക്കിയെന്ന് 10 കുട്ടികൾ കൂടി മൊഴി നൽകിയതോടെയാണ് CWC വീണ്ടും കൗൺസിലിംഗ് നടത്തുന്നത്. സ്കൂൾ കലോത്സവം, വിനോദയാത്ര എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട കൗൺസിലിംഗ്. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ കാവൽ പ്ലസ് സുരക്ഷ ഉറപ്പാക്കുമെന്നും പാലക്കാട് ജില്ലാ CWC ചെയർമാൻ M. സേതുമാധവൻ. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വരണ്ടേ? ഒരു ആത്മവിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാവും. ഇനി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു കാവൽ പ്ലസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ആ കാവൽ പ്ലസ് സംവിധാനത്തിലേക്കും കുട്ടികളെ മാറ്റും. കാരണം നമ്മുടെ കാവൽ പ്ലസിൻ്റെ വളണ്ടിയേഴ്സ്, കേസ് വർക്കേഴ്സ് അവിടെ കുട്ടികൾക്ക് ഇപ്പോൾ തുടർന്ന് കേസ് കോടതിയിലൊക്കെ എത്തുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് ഭീഷണി ഒന്നുമില്ലാണ്ട് ഭയരഹിതമായിട്ട് കോടതിയിലൊക്കെ ചെന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും CWCയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനിടെ സമാന അനുഭവങ്ങളുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. അന്വേഷണ സംഘം റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിലിനായി നൽകിയ കസ്റ്റഡി അപേക്ഷ പാലക്കാട് പോക്സോ കോടതി ഇന്ന് പരിഗണിക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.